ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സ്റ്റോർ കീപ്പറിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 10th ലെവൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ മുമ്പെടുത്ത നമ്മുടെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പറിൻ്റെ അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കേട്ടിട്ട് വരിക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മിസ്സായിട്ടുണ്ട് കാരണം അതിൽ നിന്ന് കിട്ടും. അതിലെടുത്ത സാമൂഹിക ക്ഷേമ പദ്ധതികളൊക്കെ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആ ക്ലാസ് നിങ്ങൾ പോയി കേൾക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് ബയോളജിയിൽ നിന്ന് തന്നെയാണ്. അതിന് നമ്മൾ ആദ്യമായിട്ട് രക്തപര്യായന വ്യവസ്ഥയിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നത് ചോദിച്ചാൽ രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നീ 3 ഭാഗങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഈ രക്തപര്യായന വ്യവസ്ഥ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് അടഞ്ഞ രക്തപര്യായനം, 2 തുറന്ന രക്തപര്യായനം. നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ ഉള്ളത് എന്ന് പറയുന്നത് അടഞ്ഞ രക്തപര്യായനമാണ്. ഈ തുറന്ന രക്തപര്യായനമുള്ളത് പാറ്റയ്ക്കും ചിലന്തിക്കും മറ്റുമൊക്കെയാണ് തുറന്ന രക്തപര്യായനം ഉള്ളത്. അടഞ്ഞ രക്തപര്യായനം പറഞ്ഞാൽ ഈ രക്തം കോശങ്ങളിലൊന്നും എത്താതെ തന്നെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്നതിനെയാണ് അടഞ്ഞ രക്തപര്യായനം എന്ന് പറയുന്നത്. എന്നാൽ രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീരാറകളിൽ നിറഞ്ഞു നിൽക്കുകയും ശരീരകലകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നതിനെയാണ് തുറന്ന രക്തപര്യായനം എന്ന് പറയുന്നത്. ഈ രക്തപര്യായന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. അപ്പോൾ ഇതാണ് രക്തപര്യായന വ്യവസ്ഥയിൽ പ്രധാനമായി പറയാനുള്ളത്. ഇനി രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ഹെമറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. ജീവൻ്റെ നദി എന്നാണ് രക്തത്തെ അറിയപ്പെടുന്നത്. ദ്രാവക രൂപത്തിലുള്ള ഒരു സംയോജക കലയാണിത്. അപ്പോൾ എന്ത് കലയാണ്? സംയോജക കലയാണ് എന്ന് പറയുന്നത് രക്തം എന്ന് പറയുന്നത്. കലകളിൽ തന്നെ ആവരണകല, നാഡീകല, പേശികല, യോജകകല എന്നിങ്ങനെയുണ്ട്. അതിൽ ആവരണകല എന്ന് പറയുന്നത് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിനെയാണ് ആവരണകല എന്ന് പറയുന്നത്. ഇവ എന്താണ് പറഞ്ഞാൽ സംരക്ഷണം, അതുപോലെ ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അതുപോലെ നാഡീകല എന്ന് പറയുന്നത് എന്താണ്? ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് നാഡീകല പറയുന്നത്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ സഹായിക്കുന്നതാണ് നാഡീകല എന്ന് പറയുന്നത്. പേശികല എന്താണ്? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിയുന്ന കോശങ്ങളെയാണ് പേശികല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ശരീര ചലനത്തെ സാധ്യമാക്കുന്നത്. യോജകകല നമ്മൾ പറഞ്ഞു, രക്തം ഒരു യോജകകലയാണ്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയ വിവിധ തരം യോജകകലകളാണുള്ളത്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെയാണ് യോജകകല എന്ന് പറയുന്നത്. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നതാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നതാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെയാണ് യോജകകല എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് യോജകകലയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും രക്തത്തിലേക്ക് പറയാം. രക്തം ഒരു യോജക കലയാണ്, സംയോജക കലയാണെന്ന് പറഞ്ഞു. രക്തത്തിൻ്റെ pH മൂല്യം വരുന്നത് 7.4 ആണ്. ഓക്സിജനെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതിനെ ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണ് എന്നല്ല. രക്തത്തിൽ പ്രധാനമായിട്ട് 2 ഘടകങ്ങളുള്ളത്. പ്ലാസ്മ രക്തകോശങ്ങൾ. ആ രക്തകോശങ്ങളിലെയാണ് അയർണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്? പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിലെ ദ്രാവക ഭാഗത്തെയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഏകദേശം രക്തത്തിലെ 55% ഈ പ്ലാസ്മയാണുള്ളത്. ദ്രാവക ഭാഗമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ റെഡ് കളറല്ല, ഇളം മഞ്ഞ കളറാണ് പ്ലാസ്മയുടെ നിറം എന്ന് പറയുന്നത്. നമ്മുടെ ഈ രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ശ്വാസകോശമാണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ്. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും വരാം. പ്ലാസ്മയുടെ നിറം ഏതാണ്? ഇളം മഞ്ഞ നിറമാണ്. രക്തത്തിൻ്റെ 55% വരുന്നത് പ്ലാസ്മയാണ് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 5 to 6 ലിറ്റർ വരെയാണ്. രക്തത്തിലെ പ്ലാസ്മ പ്രോട്ടീനുകളാണ് ആൽബുമിൻ, ഗ്ലോബുമിൻ, ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ആൽബുമിൻ്റെ വന്നിട്ട് രക്തസമ്മർദ്ദം ക്രമീകരിക്കാനാണ്. അപ്പോൾ ആൽബുമിൻ എന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്രോട്ടീനാണ്. പ്ലാസ്മ പ്രോട്ടീനുകളാണ്, അതായത് പ്ലാസ്മ പ്രോട്ടീനുകളാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, അതുപോലെ ഫൈബ്രിനോജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു,
ഫൈബ്രിനോജിൻ രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയി ഓർക്കണം. അപ്പോൾ രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ചോദിച്ചാൽ ഫൈബ്രിനോജിൻ ആണ്. നമ്മൾ വിറ്റാമിൻ ചോദിച്ചു പറഞ്ഞാൽ എന്ത് പറയും? വിറ്റാമിൻ കെ ആണ് എന്ന് പറയില്ലേ? അപ്പോൾ വിറ്റാമിൻ കെ ആണ് എന്തിനു സഹായിക്കുന്നത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ചോദിച്ചാൽ നമ്മൾ എഴുതും. അങ്ങനെയാണ് പറഞ്ഞാൽ പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് പറയണം? ഫൈബ്രിനോജിൻ ആണ്. അതുപോലെ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീണ്ടും രക്തകോശങ്ങളിലേക്ക് വരാം. 3 തരം രക്തകോശങ്ങളാണ്: അരുണ രക്താണു, ശ്വേതരക്താണു, പ്ലേറ്റ്ലെറ്റ്. അരുണ രക്താണുക്കളെയാണ് നമ്മൾ പറയുക റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്തകോശങ്ങളെല്ലാം നിർമ്മിക്കപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ്. ഈ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോപോയിസസ് എന്ന് പറയുന്നത്. അപ്പോൾ അരുണ രക്താണുക്കൾ നമ്മൾ പറഞ്ഞു റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് 120 ദിവസമാണ് ഇവൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഈ 3 നമ്മൾ പറഞ്ഞ രക്തകോശങ്ങളിൽ 2 എണ്ണത്തിന് മാത്രമാണ് ശരിയായിട്ടുള്ള ഒരു മർമ്മമുള്ളത്. അത് ഈ അരുണ രക്താണുവിനും പ്ലേറ്റ്ലെറ്റിനും ആണ്. അപ്പോൾ ഇല്ലാത്തത് ഏതിനാണെന്ന് ചോദിച്ചാൽ ശ്വേതരക്താണുവിനാണ് മർമ്മം ഇല്ലാത്തത്. അപ്പോൾ ഈ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിൻ ഉള്ളത് അരുണ രക്താണുക്കളിലാണ്. നമ്മൾ പറഞ്ഞു രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ അതുണ്ടാവുക എവിടെയാണ്? റെഡ് ബ്ലഡ് സെൽസിലാണ് ഉണ്ടാവുക. ഓക്കെ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുവാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. ഈ അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ഈ പ്ലീഹയിലും കരളിലും വെച്ചിട്ടാണ് അരുണ രക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ്? പ്ലീഹയിലും കരളിലും വെച്ചിട്ടാണ്. ഈ അരുണ രക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന അസുഖമാണ് പോളിസൈറ്റീമിയ എന്ന് പറയുന്നത്. കുറവാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്നൊക്കെ പറയുന്നത്. ഇനി ശ്വേതരക്താണുക്കൾക്ക് പോകാൻ നമ്മൾ പറഞ്ഞു മർമ്മം ഇല്ലാത്ത രക്തകോശമാണ് ശ്വേതരക്താണുക്കൾ എന്ന് പറഞ്ഞു. ശ്വേതരക്താണുവാണ് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു പ്ലാസ്മയിലെ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. അപ്പോൾ പ്രധാന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവയാണ്. ഇതിൽ ഏറ്റവും വലുത് വരുന്നത് ശ്വേതരക്താണു. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണു എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണെന്ന് ചോദിച്ചാൽ അത് മോണോസൈറ്റ് ആണ്. ഏറ്റവും വലുത് എന്നുള്ളതിൽ ഓർത്ത് വയ്ക്കുക. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറുത് വരുന്നത് ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് ലിംഫോസൈറ്റിന് തന്നെയാണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണുവായ ലിംഫോസൈറ്റിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത്. അതുപോലെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ന്യൂട്രോഫിലാണ്. അതുപോലെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റുമാണ്. ഇങ്ങനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്നതാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റെഡ് ബ്ലഡ് സെൽസ് വന്നിട്ട് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സംവഹനത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസ് വന്നിട്ട് എന്താണ് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി നൽകുന്നതാണ്. നമ്മൾ പറഞ്ഞു ശരീരത്തിലേക്ക് കയറുന്ന ബാക്ടീരിയ നശിപ്പിക്കുന്നതിന് ന്യൂട്രോഫിലാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ് ആണ് എന്ന് പറഞ്ഞു. പ്ലേറ്റ്ലെറ്റുകൾ എന്തിനാണ് സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാനാണ് പ്ലേറ്റ്ലെറ്റുകൾ സഹായിക്കുന്നത്. ഇവയുടെ എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എവിടെയാണ്? അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ്. ഈ ലിംഫോസൈറ്റ് നമ്മൾ പറഞ്ഞു. ലിംഫോസൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയത് എന്താണ് പറഞ്ഞാൽ എയ്ഡ്സ് വൈറസിനെ ആക്രമിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ 2 തരമുണ്ട്. ബി ലിംഫോസൈറ്റും അതുപോലെ ടി ലിംഫോസൈറ്റും. അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റിനെയാണ് ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഇവയാണ് എന്തുണ്ടാക്കുന്നത്? ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൈമസ് ഗ്രന്ഥിയിൽ രൂപം കൊള്ളുന്നവയാണ് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഈ രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം എന്ന് പറയുന്നത്. കുറയുന്നതിനെയാണ് ലൂക്കോപീനിയ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. അപ്പം നമ്മൾ പറഞ്ഞു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണെന്നാണ് പറഞ്ഞത്? ജീവകം കെ ആണ് എന്ന് പറഞ്ഞു. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു ഏതാണ്? കാൽസ്യമാണ്.
രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ്? ഫൈബ്രിനോജിൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ് ആണ്. രക്തം കട്ടപിടിക്കാൻ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജിൻ എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ഏതാണെന്ന് ചോദിച്ചാൽ അത് ബേസോഫിലാണ്. കട്ടപിടിക്കുന്നതിന് തടയുന്നതാണ്. രക്തപര്യായ വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് വില്യം ഹാർവി ആണ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് പോസിറ്റീവ് ഗ്രൂപ്പ് എന്നും RH ഘടകം ഇല്ലാത്തത് അറിയപ്പെടുന്നത് എന്താണ്? നെഗറ്റീവ് ഗ്രൂപ്പ് എന്നുമാണ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നത്. ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് ഈ ആൻറ്റിജനാണ്. A രക്തഗ്രൂപ്പുള്ളവരിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജനാണ് ആൻറ്റിജൻ A എന്ന് പറയുന്നത്. അപ്പോൾ A രക്തഗ്രൂപ്പുള്ളവരിൽ ആൻറ്റിജൻ A രക്തഗ്രൂപ്പുള്ളവരിൽ ആൻറ്റിബോഡി എന്ന് പറയുന്നത് B ആണ്. ആൻറ്റിബോഡി ഏതാണ്? B ആണ്. അതുപോലെ B രക്തഗ്രൂപ്പുള്ളവരിൽ ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Aയുമായിരിക്കും. AB രക്തഗ്രൂപ്പുള്ളവരിൽ വന്നിട്ട് അത് ആൻറ്റിജൻ Aയും ആൻറ്റിജൻ Bയും ഉണ്ടാവും. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഏത് എന്ന് പറയുന്നത്? AB എന്ന് പറയുന്നത്. O രക്തഗ്രൂപ്പുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി Aയും ആൻറ്റിബോഡി Bയുമായിരിക്കും. അപ്പോൾ ആൻറ്റിജൻ ഇല്ലാത്തതാണ് O ഗ്രൂപ്പ്, ആൻറ്റിബോഡി ഇല്ലാത്തതാണ് AB ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB ഗ്രൂപ്പുമാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിന് മുമ്പ് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു A രക്തഗ്രൂപ്പ് ആർക്കൊക്കെ കൊടുക്കുക ചോദിച്ചാൽ A രക്തഗ്രൂപ്പുള്ളവർക്ക് ഗ്രൂപ്പ് എക്കും ഗ്രൂപ്പ് ABക്കും കൊടുക്കാം. അതുപോലെ ആരിൽ സ്വീകരിക്കാമെന്ന് ചോദിച്ചാൽ Aയിൽ നിന്നും സ്വീകരിക്കാം, Oയിൽ നിന്നും സ്വീകരിക്കാം. അതുപോലെ B രക്തഗ്രൂപ്പുള്ളവർക്ക് Bക്കും കൊടുക്കാം, ABക്കും കൊടുക്കാം. Bയിൽ നിന്നും സ്വീകരിക്കാം, Oയിൽ നിന്നും സ്വീകരിക്കാം. അതുപോലെ AB രക്തഗ്രൂപ്പുള്ളവർക്ക് ABക്ക് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാൻ പറഞ്ഞാൽ Aയിൽ നിന്ന് സ്വീകരിക്കാം, Bയിൽ നിന്ന് സ്വീകരിക്കാം, ABയിൽ നിന്നും സ്വീകരിക്കാം, Oയിൽ നിന്നും സ്വീകരിക്കാം. O രക്തഗ്രൂപ്പുള്ളവർക്ക് Aക്കും Bക്കും ABക്കും Oക്കും നൽകാനാവും. സ്വീകരിക്കാൻ കഴിയുന്നത് Oയിൽ നിന്ന് മാത്രമായിരിക്കും. ഇതിനു മുമ്പ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഇനി രക്തക്കുഴലുകൾ 3 തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത്. ഏതൊക്കെയാണ്? സിര, ധമനി, ലോമികകൾ എന്നാണ്. ലോമികകൾ പറഞ്ഞാൽ ഈ സിരയെയും ധമനിയെയും ബന്ധിപ്പിക്കുന്ന കുഴലുകളെയാണ് ലോമികകൾ എന്ന് പറയുന്നത്. സിര എന്ന് പറയുന്നത് എന്താണ്? രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് സിര എന്ന് പറയുന്നത്. കനം കുറഞ്ഞ ഭിത്തികളുള്ളവയാണ് ഈ സിരകൾ എന്ന് പറയുന്നത്. അതുപോലെ ധമനി എന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിൽ നിന്നും രക്തത്തെ സംവഹിക്കുന്നത് ധമനികളാണ്. ലോമികകൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ധമനിയെയും സിരയെയും ബന്ധിപ്പിക്കുന്നവയാണ് ലോമികകൾ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി എന്നറിയപ്പെടുന്ന ഏതാണ്? ഹൃദയത്തെയാണ് അല്ലേ. അതുപോലെ തന്നെ അർബുദം ബാധിക്കാത്ത അവയവം കൂടിയാണ് എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത്. ഈ ഹൃദയം പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് സ്ഥലം കൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് പെരിക്കാർഡിയം കൊണ്ടാണ്. പെരിക്കാർഡിയമാണ് ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഹൃദയഭിത്തിയുടെ പുറം ഭാഗത്തെയാണ് പെരിക്കാർഡിയം എന്ന് പറയുന്നത്. മധ്യഭാഗത്തെ മയോകാർഡിയം എന്നും ഉൾഭാഗത്തെ എൻഡോകാർഡിയം എന്നും പറയുന്നു. നമ്മുടെ 2 ശ്വാസകോശങ്ങളുടെ നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിൽ 4 അറകളാണുള്ളത്. വലിപ്പം കുറഞ്ഞ് മുകളിൽ കാണപ്പെടുന്ന അറകളെയാണ് ഏട്രിയങ്ങൾ എന്ന് പറയുന്നത്. വലിപ്പം കുറഞ്ഞ് മുകളിൽ കാണപ്പെടുന്ന അറകളാണ് ഏട്രിയങ്ങൾ. വലിപ്പം കൂടി താഴെ കാണപ്പെടുന്നതായ 2 അറകളെയാണ് വെൻട്രിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മേലെയുള്ളത് ഏട്രിയവും കീഴെയുള്ളത് വെൻട്രിക്കിളുമാണ്. ശുദ്ധരക്തമുള്ളത് ഹൃദയത്തിൻ്റെ ഇടത്തെ അറകളിലും അശുദ്ധരക്തമുള്ളത് ഹൃദയത്തിൻ്റെ വലത്തെ അറകളിലുമാണുള്ളത്. ശരീരത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറയാണ് വലത്. ഏട്രിയത്തിൽ എത്തിക്കുന്നു. ഇത് മഹാസിരകളാണ്. ശരീരത്തിലെ ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടിയ രക്തം ഏട്രിയത്തിൽ എത്തിക്കുന്നത്. ഈ ശ്വാസകോശ സിരകളുടെ വന്നിട്ട് എന്താണ് പറഞ്ഞാൽ ഈ ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം ഇടത് ഏട്രിയത്തിൽ എത്തിക്കുന്നു. നമ്മൾ പറഞ്ഞ ശുദ്ധരക്തമുള്ളത് ഇടത് ഭാഗത്തും ഹൃദയത്തിൻ്റെ ഇടത്തെ അറകളിലും അശുദ്ധരക്തമുള്ളത് വലത്തെ അറകളിലുമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്വാസകോശ സിരകൾ എന്താ ചെയ്യുന്നത്? ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം ഇടത് ഏട്രിയത്തിൽ എത്തിക്കുന്നത്. ഇടത് ഏട്രിയത്തിലാണ് എത്തിക്കുന്നത്.
അതുപോലെ ശ്വാസകോശ ധമനി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ വലത് വെൻട്രിക്കിളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. വലത് വെൻട്രിക്കിളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം ശ്വാസകോശത്തിൽ എത്തിക്കുന്നു. മഹാധമനി ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം ശരീരം മുഴുവനിലേക്ക് എത്തിക്കുന്ന അത് ഈ മഹാധമനി വഴിയാണ്. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശ്വാസകോശമാണ്. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്വാസകോശമാണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ എന്ന് പറയുന്നത്. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ അതുപോലെ നിശ്വാസത്തിലൂടെ പുറത്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ടൈഡൽ വോളിയം ഉള്ളിലേക്ക് എടുക്കുകയോ സാധാരണമായി നമ്മൾ ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ വെളിയിലേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതായത് ശക്തമായ നിശ്വാസത്തിന് ശേഷം ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിൻ്റെ അളവിനെയാണ് റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. റെസിഡ്യുവൽ വോളിയം. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന പരമാവധി വായുവിൻ്റെ അളവിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ശ്വാസകോശ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എംഫിസിമ, ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശാർബുദം, അതുപോലെ ന്യൂമോണിയ, ആസ്മ, സാസ്, സിലിക്കോസിസ് ഒക്കെ എന്താണ് ശ്വാസകോശ രോഗങ്ങളാണ്. പുകയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലമാണ് എംഫിസിമ വരുന്നത്. അതുപോലെ തന്നെ പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കമുണ്ടാകുന്നതിനെയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്ക് പറയാം നമ്മുടെ ദഹന വ്യവസ്ഥ എങ്ങനെയാണ് തുടങ്ങുന്നത്. വായു, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ എങ്ങനെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥ തുടങ്ങുന്നത്. ആഹാരപദാർത്ഥം ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ വായിൽ വെച്ചിട്ടാണ്. ഇതിന് സഹായിക്കുന്ന ദഹനരസം, വായിൽ വെച്ചുള്ള ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസത്തിനെയാണ് സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. ഈ വായിൽ വെച്ചിട്ട് ഈ അന്നജത്തിനുണ്ടാവുന്ന രൂപമാറ്റത്തിനാണ് എന്തെന്ന് പറയുന്നത് മാൾട്ടോസ് എന്ന് പറയുന്നത്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നിയാണ് എന്തെന്ന് പറയുന്നത് ലൈസോസൈം എന്ന് പറയുന്നത്. ലൈസോസൈം എന്ന് പറയുന്നത് വായുടെ തുടർച്ചയായി കാണപ്പെടുന്ന പേശി നിർബന്ധമായ ഭാഗത്തെയാണ് ഗ്രസനി എന്ന് പറയുന്നത്. നാസാഗ്രഹത്തിലേക്ക് ആഹാരം കടക്കാതെ സഹായിക്കുന്ന ഭാഗമാണ് ഉണ്ണാക്ക് എന്ന് പറയുന്നത്. ഉണ്ണാക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം 32 സ്ഥിരദന്തങ്ങളാണുള്ളത്. 4 തരം പല്ലുകളാണ്. ഉളിപ്പല്ല്, കൊമ്പല്ല്, അഗ്രചവർണകം, ചവർണകം എന്നിങ്ങനെയാണ്. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ചിട്ടാണ്. ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചിട്ടാണ് വൈറ്റമിൻ എ ആയി മാറുന്നത് എന്ന് ചോദിച്ചാൽ അത് കരളിൽ വെച്ചിട്ടാണ്. അമിതമായാൽ കരളിൽ അടിയുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയപ്പെടുന്നത്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് കരളെന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ്. ഏറ്റവും വലിയ അവയവമല്ല, ഏറ്റവും വലിയ ആന്തരിക അവയവം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവവും കരളാണ്. ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അതും കരളാണ്. മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു വരുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ എന്ന് പറയുന്നത്. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നുണ്ടാവുന്ന വസ്തുവാണ് യൂറിയ എന്ന് പറയുന്നത്. ഈ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ചാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നാണ് വൃക്കയെ അറിയപ്പെടുന്നത്. ആദ്യമായി മനുഷ്യരിൽ മാറ്റിവെക്കപ്പെട്ട അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. വൃക്കയുടെ ഇരുണ്ട നിറത്തിലുള്ള ആന്തരിക ഭാഗത്തെയാണ് മെഡുല്ല എന്ന് പറയുന്നത്. ഇളം നിറത്തിലുള്ള ബാഹ്യഭാഗത്തെയാണ് കോർട്ടക്സ് എന്ന് പറയുന്നത്. വൃക്കകളിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്കധമനി എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്ക സിര എന്ന് പറയുന്നത്. രക്തത്തിൽ നിന്ന് മൂത്രം അരിച്ചു മാറ്റുന്നത്
നെഫ്രോണുകളാണ്. അപ്പോൾ രക്തത്തിൽ നിന്നും മൂത്രം വലിച്ചു മാറ്റുന്നത് എന്താണ്? നെഫ്രോണുകളാണ്. ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവമാണ് അന്തഃസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നവരാണ് ഹോർമോണുകളാണ്. അന്തഃസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത്? ഹോർമോണുകൾ എന്ന് പറയുന്നത്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹോർമോണുകളാണ്. മനുഷ്യ ശരീരത്തിലെ ഉള്ള എല്ലാ അന്തഃസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത്, അതായത് പീയൂഷ ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ വളർച്ചാ ഹോർമോൺ, അതുപോലെ സൊമാറ്റോട്രോപിക്, പ്രൊലാക്റ്റിൻ ഇവയെല്ലാം മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഇതിൽ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിക് ഹോർമോൺ, അതായത് അതും പിന്നെ വളർച്ചാ ഹോർമോണുകളും ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന പീയൂഷ ഗ്രന്ഥിയാണ്. അതിൻ്റെ മുൻതളമാണ്. അതിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. ഏതാണ്? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത്. പുരുഷന്മാർ വൃഷ്ണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളുടെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത്. മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. ഇവയെല്ലാം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. തലച്ചോറിൻ്റെ അടിഭാഗത്ത് പയറുവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തൈറോക്സിനും കാൽസിറ്റോണിനുമാണ്. അപ്പോൾ നമ്മൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് കേട്ടാൽ അത് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് എഴുതിയിട്ട് അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിനും കാൽസിറ്റോണിനുമാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് കരളാണ്. മാറിപ്പോകരുത്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ആവശ്യമായ മൂലകമാണ് അയഡിൻ എന്ന് പറയുന്നത്. ഈ അയഡിൻ കുറയുന്നത് മൂലമാണ് എന്തുണ്ടാകുന്നത്? ഗോയിറ്റർ. ഗോയിറ്റർ പറഞ്ഞാൽ എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാവുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ എന്ന് പറയുന്നത്. ഗ്രലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് അവയവമാണെന്ന് ചോദിച്ചാൽ അത് ആമാശയമാണ്. ഗാസ്ട്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതും ആമാശയമാണ്. ബഹിർഗ്രാവി ഗ്രന്ഥിയായും അന്തഃസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത്. ബഹിർഗ്രാവി ഗ്രന്ഥിയായും അന്തഃസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്നതാണ്. ഈ ഹോർമോണുകളെ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടാത്ത ഗ്രന്ഥികളാണ് ഈ ബഹിർസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുഴലുകളില്ലാത്തതിനാൽ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്രന്ഥികളാണ് അന്തഃസ്രാവി ഗ്രന്ഥികൾ. അപ്പോൾ രക്തത്തിലേക്ക് കടത്തിവിടാത്തത് ബഹിർസ്രാവിയും നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുന്നത് അന്തഃസ്രാവി ഗ്രന്ഥികളുമാണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അഡ്രിനൽ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ, അതായത് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് അഡ്രിനൽ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്നതാണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തിക് നാഡീവ്യവസ്ഥയോടൊത്ത് ചേർന്ന് ശരീരത്തെ പോരാടാനോ പിന്തുടരാനോ സാധ്യമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ എന്നറിയപ്പെടുന്നത്. ഈ നമുക്ക് പേടിയൊക്കെ ഉണ്ടാകുന്ന ആ സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ എന്നറിയപ്പെടുന്നത്. ഈ സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് നോർ അഡ്രിനാലിൻ എന്നറിയപ്പെടുന്നത്. ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. സ്ത്രീകളിലെ ലൈംഗിക വളർച്ച, ആർത്തവ ചക്രം, അണ്ഡോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ.
ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. വൈറ്റമിൻസിൻ്റെ ക്ലാസ് നമ്മൾ അസിസ്റ്റൻറ്റ് ടൈം കീപ്പറിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഞാൻ അങ്ങനെ പറയാൻ നിൽക്കുന്നില്ല, കാരണം അത് കേട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ നമുക്കറിയാം കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം ADE ആണ്, ജലത്തിൽ ലയിക്കുന്നത് BC ആണ്, വിറ്റമിൻ എനെയാണ് നമ്മൾ റെറ്റിനോൾ എന്ന് പറയുന്നത്. നിശാന്തതയ്ക്ക് കാരണം റെറ്റിനോളാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതാണ് വിറ്റമിൻ D എന്ന് പറയുന്നത്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് വിറ്റമിൻ D എന്ന് പറയുന്നത്. അതുപോലെ ഹോർമോണായി കണക്കാക്കുന്ന ജീവകമാണ് ജീവകം E. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം E എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. അതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. ജീവകം B അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് തയാമിൻ, അതായത് B1 എന്നറിയപ്പെടുന്നത്. ജീവകം H എന്നറിയപ്പെടുന്നത് ജീവകം B7 ആണ്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകം B2 ആണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ C. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ C എന്ന് പറയുന്നത്. വിറ്റാമിൻ A റെറ്റിനോൾ, B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോത്തനിക് ആസിഡ്, B6 പീരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലമിൻ. അതുപോലെ ജീവകം C അസ്കോർബിക് ആസിഡ്, ജീവകം D കാൽസിഫെറോൾ, ജീവകം E ടോക്കോഫെറോൾ, ജീവകം K ഫില്ലോക്വിനോൺ ആണ്. ജീവകം Aയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത സിറോപ്താൽമിയ എന്നത്. ജീവകം B1-ൻ്റെയാണ് ബെറിബറി, B3-ൻ്റെയാണ് പെല്ലഗ്ര, ജീവകം B9-ൻ്റെയാണ് വിളർച്ച അല്ലെങ്കിൽ മെഗലോപ്ലാസ്റ്റിക് അനീമിയ, ജീവകം B12 ആണ് പെർനീഷ്യസ് അനീമിയ, ജീവകം C സ്കർവി, D കണ, E വന്ധ്യത, K രക്തസ്രാവം. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ D ആണ്. ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും അതുപോലെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ D ആണ്. ബ്യൂട്ടി വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ എന്നെല്ലാം അറിയപ്പെടുന്നത് വൈറ്റമിൻ E ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ K ആണ്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. അത് നമുക്കൊന്നുകൂടെ നോക്കാം. ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്ന ആരാണ്? ഹോർമോണുകളാണ്. അതുപോലെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ, റിലീസിങ് ഹോർമോണുകൾ എന്നിവ. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് മെലാറ്റോണിൻ ഹോർമോണാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് വളർച്ചാ ഹോർമോണ്, പ്രൊലാക്റ്റിൻ, ട്രോപ്പിക് ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ, കാൽസിറ്റോസിൻ എന്ന് പറയുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അഡ്രിനൽ ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ എന്നിവയാണ്. പുരുഷന്മാരിൽ വൃഷണങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണുകളാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. സ്ത്രീകളിലാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞ അന്തസ്രാവി ഗ്രന്ഥികളിലാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ നേരിടാനാണ് നമ്മൾ ഏത് ഹോർമോണാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അഡ്രിനാലിനാണ്. മാംസ്യം, കൊഴുപ്പ് എന്നിവ വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അമിനോ ആസിഡ് വിഘടിച്ച് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ഗ്ലൈക്കോജനെ സംഭരിക്കുന്ന അവയവമാണ് കരൾ എന്ന് പറയുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാതെ ക്രമീകരിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്നറിയപ്പെടുന്നത്. അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ. ശരീരത്തിലെ ലവണ ജല സന്തുലനം നിലനിർത്താൻ സഹായിക്കുന്നത് ആൽഡോസ്റ്റിറോൺ. രോഗപ്രതിരോധ ശേഷികളെ മന്ദീഭവിക്കുന്നത് ഏത് ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായാണ്? കോർട്ടിസോളിൻ്റെയാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ. ലൈംഗിക ഹോർമോണുകൾ ആൽഡോസ്റ്റിറോൺ എന്നിവ. എല്ലാ ശരീരകലകൾക്കും ലക്ഷ്യസ്ഥാനമായതും വളർച്ച സാധ്യമാക്കുന്ന ഹോർമോൺ ഏതാണ് നമ്മൾ പറഞ്ഞത്? സൊമാറ്റോട്രോപ്പിനാണ്. ശരീരത്തിലെ ഉപാപചയ നിരക്ക് കൂട്ടുകയും വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. അലർജി രോഗങ്ങൾ, നീർവീക്കം എന്നിവ തടയാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ കോർട്ടിസോളിൻ്റെ അമിതോപയോഗം മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാൻ കാരണമാവുകയും ചെയ്യും. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് നമ്മൾ പറഞ്ഞു.
ഇത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ പോഷകം ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? അയഡിൻ ആണ് എന്ന് പറഞ്ഞു. പോഷകഘടകങ്ങളുടെ വിഘടനം, ഊർജോൽപാദനം, ശരീര വളർച്ച, മസ്തിഷ്ക വളർച്ച, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം, ഹൃദയസ്പന്ദനം തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായി നടക്കാൻ ആവശ്യമായ ഹോർമോൺ കൂടിയാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. ഇത് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഇത് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിലെ ഊർജോൽപാദനം കുറയുകയും ചെയ്യും, ശരീരഭാരം കൂടുകയും ചെയ്യും. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. മുതിർന്നവരിൽ തൈറോക്സിൻ്റെ കുറവ് ഏത് രോഗത്തിന് കാരണമാകുന്നത്? മിക്സഡിമയ്ക്കാണ് കാരണമാകുന്നത്. തൈറോക്സിൻ്റെ ഉൽപ്പാദനം അധികമാകുന്നതിനാണ് ഹൈപ്പർ തൈറോയിഡം എന്ന് പറയുന്നത്. അപ്പോൾ കുറവ് ഹൈപ്പോതൈറോയിഡിസം, കൂടുതലാവുന്നത് ഹൈപ്പർ തൈറോയിഡിസമാണ്. ഇത് ശരീരത്തിലെ ഊർജോൽപാദനം കൂട്ടും, ശരീരഭാരം കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഹൈപ്പോക്ക് നേരെ തിരിച്ചും ഹൈപ്പറിനും ഇങ്ങനെയാണ് ഉണ്ടാവുക. ഹൃദയമിടിപ്പ് കൂടുക, ഭക്ഷണത്തോട് താല്പര്യം വർദ്ധിക്കുക, കൈകൾ വിറയ്ക്കുകയും ശരീരം എപ്പോഴും വിയർക്കുകയും ചെയ്യുന്നതൊക്കെ ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള ലക്ഷണങ്ങളാണ്. വളർച്ചാ ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സൊമാറ്റോട്രോപ്പിൻ ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. മിനുസപേശികളുടെ സങ്കോചം സാധ്യമാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. പ്രസവം സുഗമമാകാൻ സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് ഓക്സിറ്റോസിൻ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും പാലുൽപാദനത്തിന് സഹായിക്കുന്നതുമായ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വീണ്ടും ഒരു റിവിഷൻ പോലെ പറയുന്നതെന്നുള്ളൂ. കൗമാരത്തിലെ ശാരീരിക മാറ്റങ്ങൾ സാധ്യമാക്കൽ, ലൈംഗികാവയവങ്ങളുടെ വളർച്ച, അണ്ഡോൽപാദനം, ആർത്തവ ചക്ര ക്രമീകരണം എന്നിവയെ സഹായിക്കുന്ന ഹോർമോണുകളാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. ഗർഭധാരണത്തെ സഹായിക്കൽ, ഭ്രൂണത്തെ നിലനിർത്തൽ, ഗർഭാശയ വളർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ജീവിതധർമ്മങ്ങളുടെ താളം നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ എന്ന് പറയുന്നത്. ശരീരത്തിലുള്ള ജലനഷ്ടം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കാം. വീണ്ടും ക്ലാസ് ഒരുപാട് നീട്ടി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് നിർത്തുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.